പ്രവാസലോകത്തെ വാർത്തകൾ. ഷാർജയിൽ പുതിയ സംരംഭങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത് വർദ്ധിച്ചതായി റിപ്പോർട്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് 36% വർധനവാണ് രേഖപ്പെടുത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ആഗോളതലത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും ഷാർജയിൽ പുതിയ സംരംഭങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിൽ വലിയ വളർച്ച രേഖപ്പെടുത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് 36% വർധനവാണ് പുതിയ സംരംഭങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിൽ ഷാർജ സാമ്പത്തിക വികസന വകുപ്പ് കൈവരിച്ചത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഷാർജയിൽ അനുവദിച്ച മൊത്തം ബിസിനസ് ലൈസൻസുകളുടെ എണ്ണം 18,921 ഇതേ കാലയളവിൽ 15,930 ലൈസൻസുകൾ പുതുക്കിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 18,768 വാണിജ്യരംഗത്ത് 1,671 പുതിയ ലൈസൻസുകളും 999 പ്രൊഫഷണൽ ലൈസൻസുകളുമാണ് ഈ സാമ്പത്തിക വർഷം അനുവദിച്ചത്. പുതുക്കിയ ലൈസൻസുകളുടെ എണ്ണത്തിൽ വാണിജ്യ മേഖലയാണ് മുന്നിൽ. 1028 ലൈസൻസാണ് ഈ വിഭാഗത്തിൽ പുതുക്കിയത്. 4,454 ലൈസൻസുകളുമായി പ്രൊഫഷണൽ മേഖലയാണ് തൊട്ടുപിന്നിൽ. 867 ലൈസൻസുകളുമായി ഇൻഡസ്ട്രിയൽ മേഖല 3-ാം സ്ഥാനത്താണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അടച്ചിരുന്ന വ്യോമപാത വീണ്ടും തുറന്ന് ബഹ്റൈൻ. സർവീസുകൾ പുനരാരംഭിക്കാൻ അനുമതി നൽകി. വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സിവിൽ ഏവിയേഷൻ കാര്യാലയത്തിന്റെ അനുമതി ലഭിച്ചതിനു പിന്നാലെയാണ് നടപടി. മേഖലയിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടിയെന്ന നിലയിലാണ് വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നത്. സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ നീക്കിയത്. വിമാനയാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനായി ബന്ധപ്പെട്ട മറ്റ് അധികാരികളുമായി ചേർന്ന നിരന്തരമായ ഏകോപനം തുടർന്നു വരികയാണെന്നും ബഹ്റൈൻ അറിയിച്ചു. വ്യോമപാത തുറക്കുന്നതോടെ കുടുങ്ങിക്കിടക്കുന്ന വിമാന സർവീസുകൾ ഉടൻ തന്നെ സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹ്റൈനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് പുതിയ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.